ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചിക്കൻ മന്തി തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ചിക്കൻ മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. അതിനു വേണ്ടി ഹോൾസ് ഉള്ള ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലെ വെള്ളമെല്ലാം നന്നായി പോയ ശേഷം ചിക്കൻ പീസസ് എല്ലാം ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. മസാലയെല്ലാം ചിക്കൻ പീസിനുള്ളിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം വെച്ച് കൊടുക്കാം. വലിയ പീസായതിനാൽ ബോൺലെസ് ചിക്കൻ സെൻറ്ററിൽ വരുന്നത് പോലെ വെക്കണം. എന്നാലേ ഇവയെല്ലാം ഒന്ന് നന്നായി വേവുകയുള്ളൂ. ചിക്കൻ കുക്കറിൽ ഇടാതെ തന്നെ പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് നന്നായി വേവുന്നതിന് വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചത്. ഇനി ഈ ചിക്കനിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ഉണക്ക നാരങ്ങ, 4 കറാമ്പൂ, 4 ഏലക്കായി, ഒരു ചെറിയ കഷ്ണം പട്ട ഇവ ഇട്ട് കൊടുത്ത ശേഷം 1 മാഗി ക്യൂബ് നന്നായി പൊടിച്ച് ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. ചിക്കനിലെ അളവനുസരിച്ച് മാഗി ക്യൂബിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു വലിയ തക്കാളി, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ പുതിന ഇവയെല്ലാം വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവയും ചേർത്ത് കൊടുക്കാം. കളർ ഒന്ന് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഫുഡ് കളറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ ഒരു 5 മിനിറ്റ് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണമേ. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്ര നേരം കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതാണ്. പാൻ അടച്ചു വെച്ച് നമ്മൾക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അരി ഒന്ന് കുതിരാൻ വെക്കണം. ബസുമതി റൈസാണ് മന്തിയുടെ അരി. ഈ റൈസ് നന്നായി 5-6 തവണ കഴുകണം. അരി കുതിർക്കുന്നതിന് വേണ്ടി 20 മിനിറ്റ് അരിയിലേക്ക് വെള്ളമൊഴിച്ച് വെക്കാം. ഇനി ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി ഊറ്റിയെടുക്കുന്നതിനാൽ കുറച്ചധികം വെള്ളം വെക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് 4 ഏലക്കായും 2 ചെറിയ കഷ്ണം പട്ടയും 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ബേ ലീഫും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം നന്നായി ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി വെക്കാം. അരി വേവിച്ച് ഊറ്റിയെടുക്കുന്നതിനാൽ ഈ വെള്ളത്തിന് വേണ്ട അത്രയും ഉപ്പ് ഇടണം. വെള്ളം നന്നായി തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. 25 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ച് കൊടുക്കണം. ഇതിനു വേണ്ടി 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച ശേഷം മറിച്ചിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായി ഫ്രൈ ആയ ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച അരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. റൈസ് നന്നായി വേവാൻ പാടില്ല കേട്ടോ. പകുതിയോളം വെന്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ റൈസ് ഒന്ന് വെള്ളമെല്ലാം പോകുന്നതിന് വേണ്ടി ഹോൾസ് ഉള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയിലെ വെള്ളമെല്ലാം നന്നായി ഒന്ന് പോവാൻ വെക്കാം. ഇനി മന്തി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യെല്ലോ കളറിൻ്റെയും റെഡ് കളറിൻ്റെയും ആവശ്യമുണ്ട്. യെല്ലോ കളറിന് വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ അല്പം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. റെഡ് കളറിന് വേണ്ടി റെഡ് ഫുഡ് കളറിൽ അല്പം പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മസാലയും ഒന്ന് മാറ്റിയെടുക്കാം. ഈ മസാലയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
അല്പം എണ്ണ പാനിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി ഈ പാനിലേക്ക് മാറ്റി വെച്ച ചിക്കൻ പീസുകളെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഈ ചിക്കന് മുകളിലേക്ക് പകുതിയോളം വേവിച്ച് വെച്ച റൈസും കൂടെ ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് കേട്ടോ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതിനു വേണ്ടി പകുതി റൈസ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലെ മസാല പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി റൈസ് ഫുള്ളായി ഇട്ട് കൊടുക്കാം. ചിക്കനിലെ ബാക്കി മസാല കൂടി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച യെല്ലോ കളറും റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 10 പച്ചമുളക് ഞെട്ടിയെല്ലാം കളഞ്ഞ് ഒരു ഫോർക്ക് കൊണ്ട് കുത്തിയെടുക്കാം. റൈസിലേക്ക് ഈ പച്ചമുളകൊന്ന് കുത്തിവെച്ച് കൊടുക്കാം. ഇനി മന്തിയുടെ ആ മണം കിട്ടുന്നതിന് വേണ്ടി ഇതിലൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ചെറിയ ഒരു കഷ്ണം ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാൻ അടച്ചു വെച്ച് 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ മന്തി ഒന്ന് തുറന്ന് നോക്കാം. മന്തി നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾക്ക് ഇതിലെ ചാർക്കോളും നാരങ്ങയുമെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ അടിയിലെ ചിക്കനും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം. ചിക്കനെല്ലാം മാറ്റിയ ശേഷം ഇതിലെ റൈസ് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ മന്തി കടയിൽ നിന്ന് മാത്രം വാങ്ങാതെ വീട്ടിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.